വചനമൊഴി ഒക്ടോബർ 1. വചനഭാഗം 2 തെസ്സലോനി 3:6-12, ലൂക്കായുടെ സുവിശേഷം 9:1-6. വിശുദ്ധ ലൂക്ക അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. അവൻ 12 പേരെയും അടുക്കൽ വിളിച്ച് സകല പിശാചുകളുടെയും മേൽ അവർക്ക് ശക്തിയും അധികാരവും കൊടുത്തു. അതോടൊപ്പം രോഗങ്ങൾ സുഖപ്പെടുത്താനും ദൈവരാജ്യം പ്രഘോഷിക്കാനും രോഗികളെ സുഖപ്പെടുത്താനുമായി അവൻ അവരെ അയച്ചു. അവൻ പറഞ്ഞു, യാത്രയ്ക്ക് വടിയോ സഞ്ചിയോ അപ്പമോ പണമോ ഒന്നും എടുക്കരുത്. 2 ഉടുപ്പും ഉണ്ടായിരിക്കരുത്. നിങ്ങൾ ഏതു വീട്ടിൽ പ്രവേശിക്കുന്നുവോ അവിടെ താമസിക്കുക. അവിടെ നിന്ന് പുറപ്പെടുകയും ചെയ്യുക. ആരെങ്കിലും നിങ്ങളെ സ്വീകരിക്കാതിരുന്നാൽ ആ പട്ടണത്തിൽ നിന്ന് പോകുമ്പോൾ അവർക്കെതിരെ സാക്ഷ്യത്തിനായി നിങ്ങളുടെ പാദത്തിലെ പൊടി തട്ടിക്കളയുവിൻ. അവർ പുറപ്പെട്ട് ഗ്രാമങ്ങൾ തോറും ചുറ്റി സഞ്ചരിച്ച് എല്ലായിടത്തും സദ്വാർത്ത അറിയിക്കുകയും സുഖപ്പെടുത്തുകയും ചെയ്തു. ഈശോയിൽ സ്നേഹമുള്ളവരെ, ഇന്ന് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ നിന്ന് നാം ശ്രവിക്കുന്നത് ഈശോ തന്റെ ശിഷ്യന്മാരെ സുവിശേഷ വേലയ്ക്ക് അയക്കുന്നതാണ്. ഈശോയുടെ ശിഷ്യന്മാർക്ക് അവിടുന്ന് നൽകിയ ശുശ്രൂഷയാണ് ഇന്ന് സഭയിലൂടെ നിറവേറുന്നത്. സഭയുടെ ശുശ്രൂഷ പ്രധാനമായും എന്തായിരിക്കണമെന്നാണ് ഇന്ന് തിരുവചനം പറയുന്നത്. 1, തിന്മയെയും തിന്മയുടെ ശക്തികൾക്കും എതിരായി പ്രവർത്തിക്കുക സഭയുടെ ധർമ്മമാണ്. രോഗികളും ബലഹീനരുമായിട്ടുള്ളവർക്ക് സൗഖ്യം നൽകുന്ന വിധത്തിൽ സഭയുടെ ശുശ്രൂഷ നടത്തുക. എല്ലാറ്റിനുപരിയായി ദൈവരാജ്യത്തെക്കുറിച്ച് പ്രഘോഷിക്കുക. എല്ലാവർക്കും സദ്വാർത്ത അറിയിക്കുവാൻ വേണ്ടി ദൈവരാജ്യം പ്രഘോഷിച്ചുകൊണ്ടായിരിക്കണം സഭയുടെ വളർച്ച. അനുദിന ജീവിതത്തിൽ സഭ ആയിരിക്കുന്ന സ്ഥലങ്ങളിൽ സുവിശേഷം അറിയിക്കുവാനും രോഗികൾക്കും ബലഹീനർക്കും ആകുലർക്കുമൊക്കെ ആശ്വാസമായി വർത്തിക്കുവാനും മിശിഹായിൽ വിളിക്കപ്പെട്ട അവരുടെ സമൂഹമായ ഓരോ ഇടവക സമൂഹത്തിന്റെയും ദൗത്യം ഇതുതന്നെയാണ്. മിശിഹായിൽ വിളിക്കപ്പെട്ടവരുടെ കൂട്ടായ്മയായ ഓരോ ഇടവക സമൂഹത്തിന്റെയും ദൗത്യം ഇതുതന്നെയാണ്. തിന്മയെയും തിന്മയുടെ സാഹചര്യങ്ങൾക്കും എതിരായി പ്രവർത്തിക്കുക. രോഗികളും ബലഹീനരും ആകുലരുമായ മനുഷ്യർക്ക് സൗഖ്യം ലഭിക്കത്തക്ക വിധത്തിൽ ശുശ്രൂഷ ചെയ്യുക. മിശിഹായാകുന്ന സദ്വാർത്ത അനുദിന ജീവിതത്തിലെ പ്രവൃത്തികളിലൂടെയും വാക്കുകളിലൂടെയും പ്രഘോഷിക്കുക. പ്രകാരം മിശിഹായ്ക്ക് സാക്ഷ്യം വഹിക്കുന്ന യഥാർത്ഥ സമൂഹമായി മാറുവാൻ നമ്മുടെ ഓരോ സഭാ സമൂഹങ്ങൾക്ക് സാധിക്കണം. മിശിഹായാൽ അയക്കപ്പെട്ട, മിശിഹായാൽ വിളിക്കപ്പെട്ട സമൂഹങ്ങളാണ് നാം എന്ന ബോധ്യത്തിൽ വളരണം എന്ന് ഇന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. പ്രേക്ഷിതരുടെ മധ്യസ്ഥയായ വിശുദ്ധ കൊച്ചുത്രേസ്യായുടെ തിരുനാൾ ആചരിക്കുന്ന ദിവസം കൂടിയാണ് ഇന്ന്. പ്രേക്ഷിത വേലയ്ക്കായി ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്ന എല്ലാവരെയും വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ മധ്യസ്ഥത വഴി ഈശോയുടെ സന്നിധിയിൽ സമർപ്പിക്കുകയും പ്രത്യേക ദൈവകൃപ പ്രാർത്ഥിക്കുകയും ചെയ്യാം. മിശിഹ നമ്മെ എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.